മുതൽ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് അവിടുത്തെ അമ്മായിമ്മയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണില്ല. എന്ത്? നീ അപ്പൊ തിരിച്ചു കൊള്ളാൻ തീരുമാനിച്ചോ? ഇല്ല, ഞാൻ ആ വീട്ടിലേക്കില്ല. ഞാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയത് തന്നെ. അങ്ങനെ അവർക്ക് മാത്രം വാശി പോരല്ലോ, എനിക്കും കുറച്ച് വാശിയൊക്കെ വേണ്ടേ. ഇനി എന്നെയും കുഞ്ഞിനും വേണമെങ്കിൽ ആ തള്ളനെ വല്ല വൃദ്ധസ്ഥാനത്തിലും ആക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. നടക്കാത്തടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സ്. വെറുതെ അല്ല, ഞാൻ എത്ര പ്രാവശ്യം നിന്നെ കൂടെ ചോദിച്ചു എന്താ അവരാരും നിന്നെ വിളിക്കാത്തതെന്ന്. അപ്പോഴൊക്കെ നീ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലേ. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത്? ഈ ദാരിദ്ര്യത്തിൽ വന്ന ഒരു പെണ്ണെടുക്കണമെങ്കിലോ നല്ലൊരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലേ അവർക്ക് വേറെ കിട്ടാഞ്ഞിട്ടാ? അവിടെ എന്തോ ഒരു കുഴപ്പം. പാവോ ഒരു അമ്മ, IT കമ്പനി ജോലിയുള്ള ഒരു ചെക്കൻ, നിന്നെ ഒരു പൊന്നു പോലെയല്ലേ നോക്കുന്നത്. നീ ഒരു കാര്യം ചെയ്തോ, വൈകുന്നേരം ഒന്ന് പോകാൻ റെഡിയായി നിന്നോ. ഞാൻ പണി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അച്ഛൻ എന്നെ കൊണ്ടാക്കാം. അമ്മ പറയണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയതാ. അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം, അവന് മനസ്സിലാവും. നീ തന്നെ സോൾവ് ചെയ്യ്. കുറച്ചു കാലം കൂടി നീ ഇരുന്നാലേ എന്റെ ജീവിതം ഇല്ലാണ്ടാവുന്നത്. കെട്ടിച്ചിട്ട പെങ്ങള് കുഞ്ഞുമായിട്ട് ഇവിടെ പണങ്ങി വന്നിരുന്നാലേ സന്ധ്യയിൽ വീട്ടുകാർ അവിടെ ഇങ്ങോട്ട് അയക്കില്ല. നീ കാരണം എന്റെ ജീവിതം കളയണം. നീ എന്താ ഇവിടെ പലതും എടുക്കാൻ മറന്നോ? ഞാനൊന്നും എടുക്കാൻ വന്നതൊന്നും അല്ല, ഇനി ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി വന്നതാ. അതിനെ ഞാൻ എന്റെ അമ്മേനെ വൃദ്ധസാധനത്തിലേക്ക് അയച്ചിട്ടൊന്നുമില്ല. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നീ എങ്ങനെ ഇവിടെ നിൽക്കുക? അതെനിക്കൊരു തെറ്റു പറ്റിപ്പോയതാ. ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്ത് പറയില്ലാന്ന്? എന്റെ അമ്മയ്ക്ക് വൃത്തിയും പഠിപ്പൊന്നുമില്ലല്ലോ. പിന്നെ കുഞ്ഞിനെ അമ്മ തൊടാൻ പാടില്ല. ആ അമ്മേന്റെ പോലല്ലേ ഞാൻ. അപ്പൊ നീ എങ്ങനെ എന്നെ സ്നേഹിക്കുക? എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയത് അങ്ങനെയൊക്കെ. എന്റെ എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് ചോദിക്കുക. അപ്പൊ നീ എന്നോടല്ല മാപ്പ് പറയേണ്ടത്, അമ്മേനോടാ. നിന്റെ ആങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അവിടുന്ന് ഇറക്കി വിട്ടപ്പോ പോവാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നു അല്ലേ? മതിമോനെ പറഞ്ഞത്. വാ മോളെ, കുഞ്ഞിനെങ്ങതാ. എന്റെ കുഞ്ഞിനെ കാണാൻ എത്ര ദിവസം വിഷമിച്ചിരിക്കുന്നു. വാടാ എന്റെ പൊന്നു, വാടാ. എത്ര ദിവസം എന്റെ തങ്കക്കുടത്തിനെ കണ്ടിട്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോനെ, ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട മോനെ. ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടോ എന്താന്ന്? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ അഹങ്കരിച്ച് നടന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ വിചാരിക്കും നമ്മളെന്തോ സംഭവമാണെന്ന്. പക്ഷെ റിയാലിറ്റി എന്താ? ഒരാളുടെ മുന്നിലും 5 പൈസന്റെ വില ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ചു ദിവസം വീട്ടിൽ ചെന്നപ്പോ ജീവിതം എന്താ നന്നായി പഠിച്ചില്ലേ? ഇനിയെങ്കിലും സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയൊക്കെ വില മനസ്സിലാക്കിയിട്ടേ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ പഠിക്കും. വാ കേറ്.